തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചുപോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് അവരെ നൽകുവാൻ ദൈവം സ്നേഹിച്ചു. Thank you, Jesus. Thank you, Jesus. Thank you, Lord, for loving me. Thank you, Jesus. Thank you, Jesus. Thank you, Lord, loving me. You went to Calvary and there you died for me. Thank you, Lord, for loving me. You went to Calvary and there you died for me. Thank you, Lord, for loving me. സഹോദരാ, നിനക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. സഹോദരി, നിനക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്. നിന്നെ സ്വതന്ത്രമാക്കുവാൻ, നിന്റെ പാപത്തിന്റെ ഭാരത്തെ നീക്കുവാൻ, രക്താംബരപോലെ കടന്നു മുമ്പായി നിന്റെ പാപത്തെ നീക്കിക്കളയാൻ അവൻ മരിച്ചത് നിനക്ക് വേണ്ടി, ഉയർത്തുന്നത് നിനക്ക് വേണ്ടിയാണ്, ഇന്ന് ജീവിച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. You rose from the grave to make me life again. Thank you, Lord, for loving me. You rose up from the grave to make me life again. Thank you, Lord, for loving me. ഞാൻ മരിച്ചു ആത്മഹത്യയുടെ സ്ഥാനത്ത്, മദ്യപത്തിലേക്ക് തെരുവിൽ കിടക്കേണ്ട സ്ഥാനത്ത് കർത്താവേ, നിന്റെ സ്നേഹം എന്നെ തേടി. നീ എന്നെ വിടുവിച്ചു. രോഗത്തിന് അടിമയായി ഞാൻ ഇറങ്ങേണ്ട സ്ഥാനത്ത് നിന്റെ കരം പിടിച്ചെന്നെ കയറ്റി. You rose from the grave to make me life again. Thank you, Lord, for loving me. You rose up from the grave to make me life again. Thank you, Lord, for loving me. ദൈവശക്തി വ്യാപരിക്കുക, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുക, അവന്റെ സൗഖ്യമാക്കുന്ന പേര് വരിക. അവനെ തൊട്ട് സൗഖ്യമാക്കിയാണെന്ന് വിശ്വസിക്കുക. അവന്റെ കരം എന്നെ തൊടുന്നു. യേശുവിന്റെ ആണിപ്പാടുള്ള കരം രോഗമുള്ള ഭാഗത്തേക്ക് ഇറങ്ങി വരിക. അവൻ തൊടുക, സൗഖ്യമാക്കുക. നന്ദി പറഞ്ഞാൽ, വിശ്വസിച്ചുകൊണ്ട് നന്ദി പറഞ്ഞാൽ, ഇന്ന് കാണുന്ന നാളെ കാണുകയില്ല. ഒരു കരുതുന്ന ദൈവം, നമ്മെ കാക്കുന്ന ഒരു ദൈവമുണ്ട്, ചിറകടിയിൽ മറയ്ക്കുന്നൊരു ദൈവമുണ്ട്. ശീമോന്റെ വീട്ടിൽ യേശുവിന്റെ പാദത്തിൽ വന്ന് ഒരു പാപിനിയായ സ്ത്രീ കടന്നു വന്ന് അവളൊന്നും പറഞ്ഞില്ല. അവൾ കർത്താവിന്റെ സന്നിധിയിൽ പറയാനുള്ളത് മുഴുവൻ കണ്ണീരായി യേശുവിന്റെ പാദത്തിൽ ആമേൻ ഒഴുകിയിറങ്ങി. ആ പാദത്തെ കഴുകി അവരുടെ കണ്ണീര് കൊണ്ട്. ആ കണ്ണീരിന് പലതും പറയുവാനുണ്ട്. അനുതാപത്തിന്റെ ഹൃദയത്തിൽ നിന്ന് അടർന്നു വീണ കണ്ണുകൾ, ആ കണ്ണുനീർ തുള്ളികൾ, അതവളുടെ അനവധിയായ പാപത്തിന് പരിഹാരം വരുവാൻ തക്കവണ്ണം യേശുവിനെ അവളിലേക്ക് ക്ഷണിക്കുന്നതായിരുന്നു. അനുതാപപ്പെടുന്ന ഹൃദയത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കർത്താവിന്റെ അടുക്കലേക്ക് വരിക. ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുക. കർത്താവേ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളെ പോക്കുവാൻ മതിയായതാകുന്നു. കർത്താവിന്റെ രക്തത്തിന് ജീവനുണ്ട്. നമ്മെ വിടുവിക്കുന്നതാണ്, പാപങ്ങളെ പോക്കുന്നതാണ്. പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, നീ ക്ഷമിക്കുവാനുള്ളത് ക്ഷമിച്ച്
പൊറുക്കുവാനുള്ളത് പൊറുത്ത് പക വിദ്വേഷമെല്ലാം കളഞ്ഞ് ഒരു നിമിഷം ദൈവത്തോട് നമുക്ക് അടുത്തില്ല. കരുതുന്ന ദൈവം, കാക്കുന്ന ദൈവം, കരളിൽ വരുന്ന ദൈവം. കരുതുന്ന ദൈവം, കാക്കുന്ന ദൈവം, കരളിൽ വരുന്ന ദൈവം. മേഘത്തെ വാഹനമാക്കി വന്നെന്നെ ചിറകടിയിൽ മറയ്ക്കും ദൈവം. ചിറകടിയിൽ മറയ്ക്കും ദൈവം. മേഘത്തെ വാഹനമാക്കി വന്നെന്നെ ചിറകടിയിൽ മറയ്ക്കും ദൈവം. ചിറകടിയിൽ മറയ്ക്കും ദൈവം. പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. ദൈവസന്നിധിയിൽ ആമേൻ പറഞ്ഞിട്ടില്ലാത്ത പാപങ്ങൾ, ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. പാപക്കറകൾ കഴുകിയിടണേ, പാപാന്തകാരം നീക്കിയിടണേ. പാപക്കറകൾ കഴുകിയിടണേ, പാപാന്തകാരം നീക്കിയിടണേ. കണ്ണീരു കൊണ്ടു ഞാൻ പാദം കഴുകുമ്പോൾ തിരുച്ചോര കൊണ്ടെന്നെ കഴുകിടണേ. കണ്ണീരു കൊണ്ടു ഞാൻ പാദം കഴുകുമ്പോൾ തിരുച്ചോര കൊണ്ടെന്നെ കഴുകിടണേ. കരുതുന്ന ദൈവം, കാക്കുന്ന ദൈവം, കരളിൽ വരുന്ന ദൈവം. മേഘത്തെ വാഹനമാക്കി വന്നെന്നെ ചിറകടിയിൽ മറയ്ക്കും ദൈവം. ചിറകടിയിൽ മറയ്ക്കും ദൈവം. വലതുകരം പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചാൽ ആമേൻ. പരിശുദ്ധാത്മാവിലേക്ക് വരണം. ആരാധനയിൽ അവന്റെ സാന്നിധ്യം ക്ഷണിച്ചു വരുത്തുകയാണ്. ആരാധനയിൽ ദൈവത്തിന് നമ്മോട് തന്നെ സംസാരിക്കാനാണ്. നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാനും പാവനാത്മാവേ വന്നിടണേ, അഗ്നിയാലെന്നിൽ നിറഞ്ഞിടണേ. പാവനാത്മാവേ വന്നിടണേ, അഗ്നിയാലെന്നിൽ